ക്യാമ്പിംഗ് അല്ലേ? അടുവത്ത് കൂറ്റമ്പാറക്കോറി ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കപ്പ ചുട്ടും ചിക്കൻ ചുട്ടെടുക്കും കേട്ടോ. ഹലോ, ഇന്നത്തെ പ്രോഗ്രാം അടുത്തൊരു വെട്ടുകല്ലല്ല കരിങ്കൽ കോറിണ്ട്, അവിടെ പോയിട്ടൊന്ന് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. കൂട്ടിന് കാരാടനുണ്ട്. നാളെ രാവിലെ വരും. ഓക്കെ, പോയിട്ട് വരാം. പെട്ടെന്ന് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും എടുക്കാൻ മറന്നുണ്ടോ എന്ന് അറിയില്ല. ജെല്ലും എടുത്തില്ലേ? കാരണം വന്നിട്ടേ യെസ്. ഇന്നത്തെ ട്രക്കിങ്ങിന് അല്ല ക്യാമ്പിങ്ങിന് തീപ്പെട്ടി ലൈറ്ററൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ട്രക്ക് അല്ല എന്തായിരുന്നു ക്യാമ്പിങ് അല്ലേ? ഇന്നത്തെ ക്യാമ്പിങ്ങിന് കാരടനുണ്ട്. ഇതുവരെ സോളോ ക്യാമ്പിങ് ആണ്, ഇനി ഡുവോ ക്യാമ്പിങ് ആണ്. പോലെ കേൾക്കാം. പിടിച്ചാ വണ്ടി ഏതോ ഒരു പണി തീരാത്ത വീടുണ്ട് അവിടെ, അതായത് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോണതിൻ്റെ അടുത്തുള്ളൊരു പണി തീരാത്ത വീടിൻ്റെ അവിടെ വച്ച് വണ്ടി വരുമ്പോഴേക്കും ആരും കൊണ്ടുപോകാതെ ആദ്യമേ എടാ വണ്ടി ആരും കൊണ്ടുവല്ലോ അല്ലേ? ഈ സെറ്റാണ്. ഇതിലൊക്കെ സസ്പെൻസ് സാധനങ്ങളാണ് ഇതിലൊക്കെ. സംഭവം ഞങ്ങളെ മലപ്പുറം വണ്ടൂർ ഞങ്ങളെ നാട്ടിലുള്ള പഴയ ഒരു ഉപയോഗിക്കാതെ കിടക്കണ പാറക്കോറിയാണ്. അവിടെ എന്താ പറയുക, പ്രശ്നമൊന്നുമില്ല അല്ലേ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്. രാത്രി തീയൊക്കെ കത്തിനെ കണ്ടിട്ട് നാട്ടുകാരോ നാട്ടുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കണ്? അങ്ങനൊന്നുമില്ല. എന്തായാലും ക്യാമ്പിങ് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അത് വേറെയാണ്. അതിൽ ഹരം പിടിച്ചു പോയി. ഇപ്പോൾ പണ്ടത്തെ പോലെ വീട്ടിൽ നിന്ന് എതിർപ്പൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനും സീനില്ല, അമ്മയും സീനില്ല. ഇത് ഫുൾ സെറ്റാണ്. ഇതുവഴി കോറിക്ക് ഇതുവരെ കയറിയിട്ടില്ല. എന്നാലും ചെറിയൊരു ഇടവഴി കണ്ടിട്ടും ഡയറക്ഷൻ കണ്ടിട്ടും കോറിക്കാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കാരാടിൻ്റെ നേതൃത്വത്തിൽ ശ്മശാന പണിപ്പാളി ഗൈസ്, ഇത് കോറിക്കുള്ള വഴിയല്ല, ശ്മശാനായിരുന്നു. നമുക്ക് നേരായ വഴിക്ക് തന്നെ കയറാം. രണ്ടുപേരെ അടക്കം ചെയ്ത് അതിനെന്താ പറയുക, ശവക്കല്ലറയല്ല, കുഴിമാടുണ്ട് അവിടെ. രാത്രി വരുമോ? കോറിയിലെ വെള്ളത്തിൽ വാഹനങ്ങൾ ഇറക്കി കഴുകുന്നതും കന്നുകാലികളെ ഇറക്കി വെള്ളം മലിനപ്പെടുത്തുന്നതും വെള്ളം കൊണ്ടുപോകുന്നു കർശനമായി നിരോധിച്ചിരിക്കുന്നു. സെക്രട്ടറി തിരുവാലി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതിനൊക്കെ പ്രശ്നമുള്ളൂ. കാടാ കന്നുകാലികൾക്ക് പ്രശ്നമുണ്ട്. എനിക്ക് കയറാൻ പറ്റുമോ എന്നൊരു സംശയം. ചൂണ്ടൽ മീനെ കിട്ടിയോ? ഇല്ലേ? ഇതാണ് മെയിൻ മീൻ പിടുത്തക്കാരനൊക്കെ പറഞ്ഞിട്ടു. കിട്ടിയോ? ക്യാമ്പിങ്ങാ? രണ്ടാളോ? ഇതൊന്ന് മണ്ണിര അയ്യവാ മണ്ണിര വെച്ചിട്ട് അത് കിട്ടിയോ? എവിടെ? അയ്യവാ ഇതാക്കണ് മീനെ പിടിച്ചാണ്. അടിപൊളി. കിട്ടൂല എനിക്ക്? കൊത്തുണ്ടോ? അത് മീനിനെ തീറ്റ കൊടുക്കാൻ വന്നാ പോയോട്ടെ. എന്താ തലേക്ക് ചുറ്റിക്കണ്? വെള്ളത്തിക്കിടേ. ഇതാണ് നമ്മ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോണ കോറിയുടെ മുൻവശം. പണ്ട് പാറ പൊട്ടിക്കലിന് പേര് കേട്ടിരുന്ന, അടുത്തുള്ള പല ആൾക്കാർക്കും തൊഴിൽ നൽകിയിരുന്ന പാറക്കോറി, നടുവത്ത് കൂറ്റമ്പാറക്കോറി ഇപ്പോൾ പ്രവർത്തനരഹിതമായി ഞങ്ങളെപ്പോലുള്ള വിനോദസഞ്ചാരികൾക്ക് വിനോദവിഹാരങ്ങൾക്കായി വിശാലമായി കിടക്കുന്ന നടുവത്ത് കൂറ്റൻ പാറക്കോറി. മുന്നിൽ നടക്കുന്നു വിനോദസഞ്ചാരി കാരാടൻ. പണ്ട് പാറ പൊട്ടിച്ചെന്ന കോറി അപ്പോൾ അങ്ങനെയായി പച്ച പിടിച്ചു. വഴിക്ക് വീണാൽ പല്ല് പോകും. ഞങ്ങൾ നടന്ന് ഉള്ളിലോട്ടെത്തി. മീൻപിടുത്തക്കാരും കുളിക്കാരൊക്കെ അവിടെ ഉണ്ട്. വേണ്ട, കുളിപിടി എടുത്ത സീന. കോറിയിൽ അവിടെ ഇവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. പണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ കയറാൻ നോക്കിയാണ്, എന്നിട്ട് കുടുങ്ങിയെന്ന് ഞാൻ. ഇതില്ല നടു അമലും നിഖിലും ഉണ്ട്. നിഖില് പറഞ്ഞാൽ അമലിൻ്റെ അവിടെ നിഖില്.
ആ പെട്ടില് ആകെ വേജാറേ ഇറക്കി എന്നിട്ട് കയ്യും കാലൊക്കെ ഇറങ്ങാനും കഴിയില്ല. പിന്നെ എങ്ങനെയൊക്കെ ഇറങ്ങി ദൂരേന്ന് ഒരു ചങ്ങായി കയ്യൊക്കെ കാട്ടുണ്ട്. അവിടെ മുകളിൽ രണ്ട് ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. കാരണം ഒന്ന് പറഞ്ഞെടുത്താ അവിടെ 2-3 ചെക്കന്മാരുണ്ട്. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ നമ്മൾ ഇതിലേ കാണാം കയറാൻ. ഇവിടുത്തെ കല്ല് അടുപ്പായിട്ട് ഉപയോഗിക്കണം. കല്ലൊക്കെ മേലേക്ക് കയറ്റണം. കാടൻ മേലേക്ക് കയറണം. കാട് അധികം കയറില്ലേ? കാടൻ അതിസാഹസികമായി മുകളിലോട്ട് കയറാനുള്ള എല്ലാ പ്രയത്നത്തിലുമാണ്. 2 കളിൽ സാധനങ്ങളുമായി പാറയുടെ ഏടുകളിലൂടെ അള്ളിപ്പിടിച്ച് കാരണത മുന്നേറുന്നു. പെട്ടോ? ലെഫ്റ്റ് വഴുക്കില്ലല്ലോ. ചാവാതെ മതി. യെസ്, സക്സസ്. കാണാൻ മേലെത്തി. ടെൻറ്റും കൊണ്ട് ഞാൻ കയറട്ടെ. അങ്ങനെ അള്ളിക്കയറി ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ഇത്. ഇവിടെ എത്തി. അപ്പുറത്ത് ചെറിയൊരു കൊക്കയാണ്. ചാവാന്തൊക്കെ മതി. കാറ്റടിച്ച് ടെൻറ്റ് മാറിപ്പോയാൽ ഈ കൊക്കയിലുണ്ടാവും. മാറിപ്പോയില്ലെങ്കിൽ നാളെ രാവിലെ ഇവിടെ ഉണ്ടാവും. നമ്മൾ അടുപ്പടെ കൂട്ടുക. ഇവിടെ അടുപ്പ് കൂട്ടും. അടുപ്പ് കൂട്ടാൻ കല്ല് വേണം. അവിടെ അല്ലല്ലോ, കാടൻ കല്ല് തന്നെ മേലെ പോയിരുന്നു. മേലെ കല്ല് നെഹിഹേ. അപ്പോൾ താഴത്ത് ഇതവിടെ എവിടെ അതവിടെ ഇതവിടെ അവിടുന്ന് അടുപ്പിന് പറ്റിയ കല്ല് കയറ്റിക്കൊണ്ടിരണം. അത് കഴിഞ്ഞാൽ ചിക്കൻ കൊടുക്കുന്നുണ്ട്. ചിക്കനും കപ്പയും അടുപ്പ് സെറ്റാക്കുക, കത്തിക്കുക, കപ്പ ചുടുക. കപ്പ ചുട്ടിട്ട് തീയൊക്കെ കത്തി കനലൊക്കെ സെറ്റായിട്ട് അതിൽ ഇജ് പറയണം. അതിലെന്താ നമുക്ക് പ്ലാനൊന്നുമില്ലേ? ആ കനല് വേണം ചിക്കൻ ചൂടാന്. ചിക്കൻ ചുട്ടിട്ടല്ലോ അപ്പൊ ആദ്യം ഇജ് ചുട്ടതിന് ഞാൻ ചിക്കൻ ചുട്ടെന്ന് വിചാരിക്കണം ആദ്യം. ഇല്ലല്ല, അതെന്താ അറിയോ, ആദ്യം കനല് കത്തുന്ന സമയം കൊണ്ടേ കപ്പ കരിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, തോലല്ലേ. പോയിക്കോട്ടെ. കത്തി ചെയ്തിട്ടില്ലേ കത്തി? എൻ്റെ ബാഗിൽ കത്തി ഉണ്ടാവുന്നുണ്ട്. മറ്റേ ബാഗിലല്ലോ? അല്ല, അത് ഇതിലുണ്ട്. വേറെ ഇടാണ്ട്. വേറെ ഇട്ടിട്ടില്ല, നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അത് ചേറി കണ്ണിങ് കുക്കാണ് കാണാൻ. അപ്പോൾ അയ്യും പറയാ. അപ്പോൾ ആദ്യം അടുപ്പ് കൂട്ടും. തീ കത്തിച്ചിട്ട് കപ്പ ചുടും. കപ്പ ചുട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കനലുണ്ടാവും. ആ കനലിൽ ചിക്കൻ പൊള്ളിച്ചെടുക്കും, ചുട്ടെടുക്കും. അതാണ് പ്ലാന്. ഇനി അങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വെളിച്ചുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടാവും. പിന്നെ കൂരാക്കൂലിട്ടാൽ ഒന്നും കാണൂല. അപ്പോൾ അടുപ്പുണ്ടാക്കാല്ലേ. എന്തോ പറഞ്ഞോളൂ. എന്താണ് നീർക്കാക്കേ? കൊക്കോ എന്താണ്? എടാ നിങ്ങൾ ഇവിടെ ഉള്ള തന്നെ? അവിടെ എന്താ അവസ്ഥ? അവിടെ പരന്നിട്ടാ ഓര് നിൽക്കണ? അവിടെ പരന്നിട്ട് തന്നെ ചെരുവ് ആണല്ലേ? ചെരുവ് റെഡി ആവില്ല. നമ്മളിവിടെ സ്കൂളിൻ്റെ അടുത്തേ. ഇജവിടെ പോയിസില്ല? ഓക്കെ. കുറച്ച് കഴിഞ്ഞാൽ നല്ല ശാന്തതയാണ് മെയിൻ. ഓക്കെ. ക്ഷണിക്കാതെ കടന്നു വന്ന 2 അതിഥികൾ. എറിയാട് സ്കൂളിൻ്റെ രോമാഞ്ച കഞ്ചുകമായ ആരാണ്? അക്ഷയദാസിന്. അത് പറയുമ്പോൾ അക്ഷയദാസിന് ഒരു നാണം വരും. പിന്നെ ഇത് എറിയാടാ? ഒരു എറിയാട്, ഒരു VMC. നമ്മളൊക്കെ ഈ VMC-ക്കാരാട്ടോ. ഞാനും അടുത്ത സ്കൂളിൻ്റെ അവിടെ. VMC-യുടെ രോമാഞ്ച കഞ്ചുകമായ
രോമാഞ്ചി മുടിയൊക്കെ ഇങ്ങനെ ആക്കിക്കാണ്. പേര് അറിയാതെ ഏതാ? അമലും എന്തോ അക്ഷയില്ലേ? അമലും അക്ഷയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലതുണ്ടോ കോറിക്ക്? എന്താ കോറിനെ കുറിച്ച് അഭിപ്രായം? ഇവിടെ ഇനി വീണ്ടും പാറ പൊട്ടിക്കാണ് ആണ് പറഞ്ഞിട്ടുണ്ടല്ലേ? നടക്കും ഈ അടുത്ത കാലത്ത് ഞാനും ഇതിലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബോട്ടിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം അവിടെ ബോട്ടിങ്? ഇവിടെ എന്താ ഉള്ളപ്പോ അറിയില്ല. ആ എനിക്കറിയോ എന്തേലും ഇവിടെ എന്താ ഉള്ളതെന്ന്? അതന്നെ ബോട്ടിങ്. പിന്നെ അവിടെ അടുപ്പുകൊണ്ടിരല്ലേ? അല്ല കല്ലുകൊണ്ടിരല്ലേ? അടുപ്പുണ്ടാക്കണ്ടേ? മോളിന്ന് എവിടെ? മോളെവിടെ? അവിടെ അവിടുന്ന് വീണ്ടാമതും താഴത്തേക്ക് ഇറങ്ങിക്കുകയാണ് അടുപ്പിനുള്ള കല്ലെടുക്കാൻ. എന്നാൽ നല്ല കല്ല് സെലക്ട് ചെയ്. അങ്ങനെയുണ്ട് പക്ഷേ അത് നിൽക്കൂലേ? എന്നാൽ അതൊന്നും നിൽക്കാം. നല്ലൊരു ഇതുണ്ടല്ലേ? എന്നാൽ അതും ആക്കാല്ലേ? എന്നാ സെറ്റാക്കല്ലേ? അതല്ലേ എന്താ ആലോചിക്കണേ? ആ കേറ ഇവിടെ അവിടെ കേറിട്ട് അതിന് വരക്കല്ലേ? കണ്ണിങ്ങാട്ടെ അവിടെ ഭാഗ്യമുണ്ട്. അടുത്ത കല്ലായ്മയ്ക്ക് ആയാൽ ആ കല്ല് ഇങ്ങോട്ട് പോരും. എടി ഇതെങ്ങനെ മേലേക്ക് എത്തിക്കുക? ഇത് പെരും കാരണം എങ്ങോട്ട്? ആ അത് വയ്ക്കും. എന്നാ അതിനെ കൊണ്ടുവന്നാലോ? ഇവിടുന്ന് എങ്ങനെ തരാൻ പറ്റുമോ നമുക്ക്? എനിക്കൊരു സംശയം. ഞാനേ അതിലെടുത്ത് വരാം. അതല്ല, അതാണ് ഇനി വരാനുള്ളത്. എത്രയാറ് സമയം? 6:56. അടുപ്പ് കൂട്ടാനുള്ള കല്ല് സെറ്റാക്കി. കാരണം ജിമ്മിനായതുകൊണ്ട് അതൊരു വലിയ ഉപകാരമായി. കാരണം പാൻറ് ഇടുന്നു. അയ്യോ എന്നെ വിടൂ. അടുത്തതായി കാരാടൻ്റെയും ടീമിൻ്റെയും വക ടെൻ്റടിക്കൽ ചടങ്ങ്. കുക്കിങ് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ ഷെഫ് കാരടൻ ഇവിടെ ഇഞ്ചി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കന് ചൂടാനുള്ള മുളക്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ആഫ്രിക്കൻ മല്ലിയില, വെളുത്തുള്ളി. അസിസ്റ്റൻറ്റ് ഷെഫ് ആൻഡ് ക്യാമറമാൻ കൃഷ്ണൻ. ഇന്ന് ചിക്കൻ പൊളിച്ചതും പിന്നെ കപ്പല്ലേ? കപ്പ ഇതിലില്ലേ? എവിടെ സാധനമൊക്കെ എടുത്തേക്കട്ടെ. ആ നമ്മളെ സാധനങ്ങൾ. ദിസ് വൺ ഈസ് കപ്പ, തപ്പിയൊക്ക. തപ്പി കണ്ടുപിടിച്ചതാണ് തപ്പിയൊക്ക. ഇതെന്താ ചെറുത്? പൊടികൾ. ദിസ് വൺ ഈസ് പൊടികൾ. പിന്നെ ദിസ് വൺ ഞങ്ങളെ ചിക്കൻ. ഇതിൽ ചിക്കൻ്റെ 2 പീസുണ്ട്. ഈ കവറുകളെല്ലാം ഞങ്ങൾ അതേപോലെ തിരിച്ചു കൊണ്ടുവന്നതായിരിക്കും. അത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല. കാരണം ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. മെച്ചായി. അതിൻ്റെ വെളിച്ചവും ഫ്ലാഷിൻ്റെ വെളിച്ചവും രണ്ടും കൂടി ഇപ്പോൾ നല്ല വെളിച്ചുണ്ട്. അല്ല പണി നടക്കുന്നില്ല കേട്ടോ. അവിടെ പണി എടുക്കുക. ഞാനല്ലേ അതാ വരുന്നത്. ആ വെളുത്തുള്ളി ഞാൻ ഏക്കാണ്. അങ്ങോട്ട് പോകണ്ടല്ലോ, അവിടെ കൊക്കയല്ലേ? ഇല്ല, സൂക്ഷിക്കണം. അതൊക്കെ എന്തിനാണ് മുറിക്കുന്നത്? അത് ഇറച്ചി പോകട്ടോ. ഇതിൻ്റെ ഇറച്ചി അല്ലെങ്കിൽ ചെറിയ സാധനം. ഇങ്ങനെ കട്ട് ചെയ്യുക. ഞാൻ നടുക്ക് ഇങ്ങനെ ചീന്തുക. എന്നിട്ട് നോക്കിയാ എന്നിട്ട് കട്ടിയാണ്ടല്ലോ സാധനം കിട്ടി. ഇത്രേ ഉള്ളൂ വെളുത്തുള്ളി ഉണ്ടാക്കാൻ പണി. ഇതാകുമ്പോൾ നോ വേസ്റ്റേജ്, പണി എളുപ്പം. നമ്മൾ അരക്കല്ല് അവിടെ ഉണ്ട്. ഒപ്പം വരുമ്പോൾ കുത്തൂലേ? ആ മയിലിൻ്റെ ഒച്ച കേട്ടോ. അതന്നെ, ആരും തെറ്റിദ്ധരിക്കരുത്. അത് മയിൽ കരിയുന്ന ശബ്ദമാണ്. കരയുന്നേ. ഇനി ഒരു എമർജൻസി പവർ കുറഞ്ഞു വന്നു. ഒരു കുഞ്ഞി ടോർച്ച് ഉണ്ടായിരുന്നു. കുഞ്ഞി ടോർച്ച് അടിപൊളി കേട്ടോ. USB ചാർജിങ്
സെറ്റ് സാധനം നല്ല വെളിച്ചോണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി കഴിഞ്ഞു. ജിഞ്ചർ ചിക്കനാണ് ചതയ്ക്കാം. ജിഞ്ചർ ആൻഡ് ഗാർലിക് ചിക്കൻ. ഇത് ചതച്ചിട്ടേ നീരൊക്കെ കിട്ടണം കേട്ടോ. ഇത് പുറത്ത് വെച്ചോ, എനിക്ക് നീര് മുഖ്യാണ്. ഉറുമ്പ കയറിന് ചിക്കനിൽ ഉറുമ്പ് കയറുമോ? ചിക്കൻ ചിക്കൻ സാധനങ്ങളെ തക്കട് കുട്ടൻ. ആഹാ, ഇതൊന്ന് അടിച്ച് പൊരിച്ചടിക്കും കപ്പ ചുട്ടിട്ട് കപ്പയും കൂടിയിട്ട്. എന്നാ സോറി ബ്രദർ. എന്നാ ചതക്കി ബുദ്ധി ഉപയോഗിച്ച് പ്ലാവില വെച്ച് നീര് കിട്ടുന്ന രീതിയിൽ ചതച്ചെടുക്കാൻ പോകണം. ഇല വട്ടയാവരുത് കേട്ടോ, അതിൻ്റെ പ്രത്യേക. ആ പോണ് ഇഞ്ചി നല്ലതാണ്. ഇഞ്ചി കാലാടനല്ലടാ, ഇത് ഞാൻ പിടിച്ചരാ.